ഹായ് ഗേസ്, ഞാനിപ്പോൾ തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരം മൃഗശാലയിലാണ്. ഇവിടെ മൃഗശാല ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. ചെറിയൊരു വീഡിയോ ഒക്കെ എടുക്കണേ. ശരി, പോകാം നമുക്ക് വീഡിയോയിലോട്ട്. മ്യൂസിയം കേട്ടോ. ഇത് മ്യൂസിയത്തേക്ക് പോണ വഴിയാണ്. മ്യൂസിയത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ടിക്കറ്റ് വേറെ എടുക്കണം കേട്ടോ. അവധി ദിവസമായ കാരണം നല്ല തിരക്കുണ്ട് കേട്ടോ. ഒരുപാട് ജനക്കൂട്ടം ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ പാർക്കിംഗ് കേട്ടോ, കാർ പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ വളരെ അധികം ഉണ്ട് കേട്ടോ. കേരളത്തിലിപ്പോൾ 2 കാഴ്ചബംഗ്ലാവ്, ഒന്നിപ്പോൾ തൃശ്ശൂരും ഒന്ന് തിരുവനന്തപുരം. അപ്പോൾ തിരുവനന്തപുരത്തെ കാഴ്ചബംഗ്ലാവ് നല്ല സൗകര്യമുള്ള കാഴ്ചബംഗ്ലാവ് കേട്ടോ. വണ്ടി പാർക്കിങ്ങിന് മാത്രമല്ല. അപ്പോൾ ടിക്കറ്റ് എടുക്കാൻ പോവുകയാണ്. ഇവിടെ ടിക്കറ്റിന് 40 രൂപയാണ് കേട്ടോ. 3 വയസ്സിന് മേലേക്കുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് നിർബന്ധമാണ്. ഇവിടെ ഗവൺമെൻറ്റിൻ്റെ കുറേ റൂൾസുകളും കാര്യങ്ങളും എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് അകത്തേക്കുള്ള പ്രവേശന കവാടം. ഫസ്റ്റ് നമ്മൾ കാണുന്നത് കാട്ടി, അങ്ങനത്തെ ഒരു പോത്തിന് കേട്ടോ. എല്ലാറ്റിൻ്റെയും പേര് ഇവിടെ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. വായിച്ച് നോക്കിയാൽ മതി. അതിൻ്റെ കിലോഗ്രാം എത്രയാണ്, ഏത് രാജ്യത്തുള്ളതാണ്, എല്ലാറ്റിൻ്റെയും ബോർഡ് ഇവിടെ വേറെ വേറെ എഴുതി വെച്ചിട്ടുണ്ട് അവർ കേട്ടോ. വളരെ ഗുണം ചെയ്യും അത് കാരണം. അല്ലെങ്കിൽ ചാടാൻ പറ്റുമല്ലോ. ആ ചോമരക്കത് വീസടി ചോറും ഇബലെ കഴിവ് പ്രകാരം നമ്മുടെ നാടൻ കുറച്ചും കൂടി ഡിസ്റ്റൻസ് ചാടൂല. മക്കളെ വെള്ളറിയ കണ്ടോളി മക്കളെ, കാണാത്തൊരു കണ്ടോളി. ഞാനിപ്പോ ഇവിടെ ഉള്ളൊരു പറയുന്നത് ഇതാണ് മക്കളെ വെള്ളിമൂങ്ങട്ടോ. മൂങ്ങ കടന്ന് ഉറങ്ങാണ് ഉച്ച സമയക്കാരനെ. ഇതിനകത്തുള്ള കഴുകനാണ് കേട്ടോ. പ്രത്യേക ഇനം കഴുകനാണ്. ഇത് കൊക്കുകളാണ് കേട്ടോ. വിദേശ രാജ്യങ്ങളിലെ പലതരം കൊക്കുകളാട്ടോ. ഒരുപാടുണ്ട്, പേരുകൾ പറയാൻ അറിയില്ല, അതുകൊണ്ടാണ്. നല്ല ആളുകളുണ്ട് കേട്ടോ. ഒഴിവ് ദിവസമായ കാരണേ ഒരുപാട് ആളുകൾ പാർക്ക് കാണാൻ വരുന്നുണ്ട്. കേരളത്തിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു പാർക്കും കൂടിയാണ് നമ്മളെ തിരുവനന്തപുരം അതായത് കാഴ്ചബംഗ്ലാവ്. നമ്മൾ കുട്ടിക്കാലത്ത് നിന്ന് സ്കൂൾ ട്രിപ്പ് വരുമ്പോൾ വരാൻ പറ്റില്ല. അന്നൊന്നും കാശ് കയ്യിലുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് നമുക്ക് വരാനും കാണാനും സാധിച്ചത്. ആഫ്രിക്കൻ കൊറ്റിയൊക്കെ കേട്ടോ. ആഫ്രിക്കൻ കൊറ്റി പലവിധം കൊറ്റികൾ കേട്ടോ. ഉണ്ടല്ലേ, ഒരുപാട് കാര്യങ്ങൾ കാണാൻ കേട്ടോ. ഇവിടെ ടിക്കറ്റിന് 40 ഉറുപ്പിക. എൻട്രൻസ് ടിക്കറ്റ് 40 ഉറുപ്പിക കേട്ടോ. പിന്നെ ലഗേജൊക്കെ നമ്മൾ സൂക്ഷിക്കുന്നിടത്ത് 10 ഉറുപ്പിക വേറെ കൊടുക്കണം. പ്ലാസ്റ്റിക്കിൻ്റെ ഉൽപ്പന്നങ്ങളും ബാഗുകളും ഒന്നും കയ്യിൽ വെക്കാൻ പാടില്ല. ഫോണ് മാത്രമേ കയ്യിൽ വെക്കാൻ പാടുള്ളൂ. അവിടെ ഏൽപ്പിക്കണം. അവർ 10 ഉറുപ്പിക കൊടുക്കണം കേട്ടോ. നീർനായനെ കാണാത്തൊരു കണ്ടോളിട്ടാ. ഇതാണ് നീർനായ. സിനിമയിൽ മാത്രം കണ്ടൊരു കണ്ടോളി. ഒറിജിനൽ കരടി ഇതാ. അങ്ങനെ കരടീനെ കണ്ടില്ലേ? നമ്മൾ അടുത്ത് കാണാൻ പോകുന്നത് എന്താന്ന് കണ്ടിട്ട് പറയാട്ടാ. എന്താന്ന് എനിക്കറിയില്ല, കണ്ടതിന് ശേഷം പറയാം എന്താണെന്ന്. കോടമുളകളെ നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. അല്ലേ, ഓടമുളകൾ ഇവിടെ വരുമ്പോൾ തിങ്കളാഴ്ച ദിവസം വരരുത് കേട്ടോ. തിങ്കളാഴ്ച ദിവസം അവധിയാണ് കേട്ടോ. കാഴ്ചബംഗ്ലാവ് മ്യൂസിയൊക്കെ ഇവിടെ തിങ്കളാഴ്ച ദിവസം അവധിയാണ്. ആരും തിങ്കളാഴ്ച വരരുത് കേട്ടോ. ഇത് നീർക്കുതിരയാണ് കേട്ടോ. നീർക്കുതിരയുടെ ബോർഡ് ഇവിടെ എഴുതിയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ഇവിടെ എഴുതിയിട്ടുണ്ട്. കലമാൻ കേട്ടോ. മ്ലാവ് എന്നറിയപ്പെടുന്ന കലമാൻ. ഉച്ച സമയക്കാരന് ഭക്ഷണം കഴിച്ചിട്ട് റെസ്റ്റ് എടുക്കാണ്. അല്ലേ, മാനുകളൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് റെസ്റ്റിലാണ്. സിംഹത്തിനും കടുവനും കാണാൻ കേട്ടോ. കാട്ടിന്റെ രാജാവും മന്ത്രി.
അടിപൊളി മുള, മഞ്ഞ മുള. ഇത് കാട്ടുപോത്തിട്ടാ, കാട്ടി എന്ന് പറയപ്പെടുന്ന കാട്ടുപോത്ത് ഉണ്ടല്ലേ, 2 ഉണ്ട് കേട്ടോ. കാട്ടുപോത്ത് അതാ കാട്ടി അല്ലേ, 400 കിലോ 500 കിലോ ഉണ്ട് ഓരോന്ന് വെയിറ്റ്. ബ്രൗൺ റിയ എന്ന് പറഞ്ഞൊരു ഇനത്തിൽപ്പെട്ടൊരു കോഴിയാണ് കേട്ടോ. ഇവിടെ ഒട്ടക പക്ഷി പോലത്തെ ഒരു പക്ഷിയാണിത്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഓരോന്നിൻ്റെ കാര്യങ്ങളെ പറ്റി, തൂക്കം വലിപ്പം കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ വിദേശ രാജ്യങ്ങളിൽ കാണുന്ന കൃഷ്ണമൃഗം എന്ന് പറയും കണ്ടില്ലേ. ഇവിടുത്തെ മാനല്ല, വിദേശ രാജ്യങ്ങളിലാണ് ഈ മാനിനെ കൂടുതൽ കണ്ടുവരുന്നത്. പുള്ളിമാനിട്ട പാവ സാധനമാണ്, ഒരു ഉപദ്രവമില്ലാത്തൊരു സാധനമാണ് അല്ലേ. തണലത്ത് നിൽക്കണം ഒരു ഭക്ഷണം കഴിച്ചിട്ടേ. പുള്ളിമാനെ പുള്ളിമാനാട്ടാ, ഈ ബാക്കിൽ കാണുന്നൊക്കെ പുള്ളിമാനാണ്, കണ്ടില്ലേ. അടിപൊളിയല്ലേ കാണാൻ, രസല്ലേ. ഈ കാണുന്ന മാനുകൾ വേറൊരു ഇനത്തിൽപ്പെട്ടാണ് കേട്ടോ. എൻ്റെ ബോർഡ് ഇവിടെ കാണാനില്ല, എൻ്റെ പേരെന്താണെന്ന് അറിയില്ല. കാണാൻ നല്ല രസമുള്ള മാനാണ്. ഇനിയാണ് പുള്ളിപ്പുലി, കടുവ, സിംഹത്തിൻ്റെ ഒക്കെ കേന്ദ്രങ്ങൾ കേട്ടോ. അവിടെയൊക്കെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പുള്ളിപ്പുലി പുള്ളിപ്പുലി കണ്ടില്ലേ, മൂപ്പര് ആ മരത്തിൻ്റെ മുകളിൽ ഇരിക്കുകയാണ് കേട്ടോ. ഒക്കെ ചൂട് കാരണം ഒരു ഭാഗത്ത് ഒതുങ്ങിയിരിക്കുകയാണ്. ഇതാ സിംഹ കേട്ടോ, ഇത് പെൺസിംഹമാണ്. അത് കാരണം അതിൻ്റെ കൂട്ടിലിട്ടിരിക്കുന്നത് കേട്ടോ. അതിനകത്ത് ഒരു സിംഹം മാത്രമേ ഉള്ളൂ. ഇതാണ് ആൺസിംഹം കേട്ടോ. ഒക്കെ ഭക്ഷണം കഴിച്ച് കിടക്കണം. ഞാൻ വന്നതിന് ഉച്ച സമയത്തുള്ളൂ, അതപ്പോൾ മെയിനായിട്ട് കാരണം. ഉച്ച സമയത്ത് കാരണേ ഇത് ആൺസിംഹമാണ്. നമ്മൾ നേരത്തെ കൂട്ടിക്കണ്ടത് പെൺസിംഹമാണ്. സാറ് പുതിയ കടുവയാണ് കേട്ടോ. കടുവക്കൂട്ടിൽ കടുവ ഭക്ഷണം കഴിച്ചിട്ട് ദഹിക്കാൻ വേണ്ടി നടക്കുകയാണ്. എല്ലാവരും ഉറങ്ങുകയാണ് കിടന്നിട്ട്, പക്ഷെ മൂപ്പര് നടക്കുകയാണ്. കടുവ നടക്കുന്നു. അയക്കാടിയിൽ അതെ മുകളിൽ. ഇതാണാണോ പെണ്ണാണോ? ഒരാളൊക്കെ കിട്ടി, 2 ആൾക്കാരെ കിട്ടി. ഇതാണാണോ പെണ്ണാണോ എങ്ങനെ അറിയാം? അത് അടിയൊക്കെ അവിടെ ഇത് പെണ്ണാണ്. എങ്ങനെയാണ് അടിയിൽ ആടുന്നത്. 87 ആ കണ്ടോടങ്ങള്. ഇനി അവിടുന്ന് ഇങ്ങോട്ട് അതതിന് സമയം ശരിയല്ലേ? ആരാ ഉച്ചക്ക് ഇത് ഇത് വേറെ ഇനത്തിൽപ്പെട്ട ഒരു മാനാണ് കേട്ടോ. ഏകദേശം കാഴ്ചകൾ കഴിയാനായി തുടങ്ങി. മുള്ളം പന്നിട്ടോ, മുള്ളം പന്നി കണ്ടില്ലേ. മുള്ളം പന്നി ഗ്ലാസ്സിനകത്താണ്, കാരണം ജനങ്ങളുടെ സുരക്ഷ ഉറപ്പ് വരുത്തിയിട്ടാണ്. കാരണം അത് അടുത്ത് നിന്ന് കഴിഞ്ഞാലേ മുള്ളി തെറിപ്പിച്ചെങ്കിൽ വെച്ചിട്ടാണ് ഇത് ഗ്ലാസ്സിനകത്ത് കിട്ടിയത് കേട്ടോ. ഈ ഗ്ലാസ് കൂടെയാണ് കാണുന്നത് ഇപ്പൊ നമ്മള്, കണ്ടില്ലേ. മുള്ളം പന്നി, മുള്ളം പന്നി. ഒട്ടക പക്ഷി കേട്ടോ, വലിയ ഒട്ടക പക്ഷി.
കാഫയിലെ പുൽമേടുകളിൽ കാണുന്നതാണ് വലിയ ഒട്ടക പക്ഷി. അത് കൈയിട്ടെടുത്ത് നോക്കിയാണ് അജയ ചീങ്കണ്ണി 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 കണ്ടില്ലേ? കയനായി. ഇതിനകത്ത് ഒരുപാട് പക്ഷികളുണ്ട് കണ്ടില്ലേ? പലതരം കിളികൾ ഉണ്ടല്ലേ? നല്ല ഭംഗിയുള്ള കിളികൾ, അടിപൊളി കണ്ടാ? മഞ്ഞത്തത്തൊക്കെ ഉണ്ട് ഇല്ലേ? എന്തെങ്കിലും ഒന്ന് കേട്ടോ, ഓരാണ് ലാസ്റ്റാണ്. എന്തെങ്കിലും വന്നപ്പോൾ നല്ല നല്ല ഫുഡുകൾ കിട്ടാം, നല്ല നല്ല ജ്യൂസുകൾ, ഫ്രഷ് ജ്യൂസുകൾ, ബോട്ടിൽ ഐറ്റംസുകൾ ഇല്ലേ? മെനുവിന് കാണുന്നു കേട്ടോ. കേട്ടോ തിരുവനന്തപുരം കാശി ബംഗ്ലാവിലെ വിശേഷങ്ങൾ നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ.